ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിൻ്റെ ഭദ്രാസന ദേവാലയം കത്തീഡ്രൽ ബസിലിക്ക, അവിടെ സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ച് പേര് പള്ളിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 47 ദിവസങ്ങളായി. 3 ദിവസം കൂടി കഴിഞ്ഞാൽ, 3 ദിവസം കൂടി പിന്നിട്ടാൽ 50 ദിവസമാകും. പെന്തക്കൊസ്ത എന്ന് പറയുന്നത് 50-ാം ദിവസമാണ്. പെസഹ തിരുനാളിൽ നിന്ന് പെന്തക്കൊസ്തയിൽ ഇല്ലേ 50-ാം ദിവസത്തിലേക്കാണ്. 50-ാം ദിവസത്തിലാണ് പെന്തക്കൊസ്ത. ഈശോയുടെ തിരുവുത്ഥാനം കഴിഞ്ഞ് 50-ാം ദിവസം പെന്തക്കൊസ്ത തിരുനാൾ. അതുപോലൊരു പെന്തക്കൊസ്ത ഈ 50-ാം ദിവസം ബസിലിക്കയിൽ 50-ാം ദിവസം പിന്നിടുമ്പോൾ, സമരം പിന്നിടുമ്പോൾ, പോരാട്ടം പിന്നിടുമ്പോൾ ഒരു പെന്തക്കൊസ്ത അവിടെ ഉണ്ടാകുമോ? ഏതായാലും ആദ്യത്തെ പെന്തക്കൊസ്തയെക്കുറിച്ചുള്ള 2 തിരുവചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങൾ. അവർ യെറൂസലേമിന് സമീപത്ത് ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമുള്ള ഒലിവ് മലയിൽ നിന്ന് യെറൂസലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ അവിടെ എത്തി. അവർ പാർത്തിരുന്ന മാളിക മുറിയിലേക്ക് കയറിപ്പോയി. പെത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, തീക്ഷ്ണമതിയായ ശിമയോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും ഏക മനസ്സോടെ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പം ഈ തിരുവുത്ഥാനം തുടങ്ങി പെന്തക്കൊസ്ത വരെ അവർ ചെയ്തിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും കൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 2, സ്ലീഹന്മാർ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ ഞാൻ ചില വാചകങ്ങൾ വിട്ട് കളഞ്ഞിട്ടാണ്. അത് നിങ്ങൾക്ക് വായിക്കാം, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ. പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ആകാശത്തു നിന്നുണ്ടായി. അത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് കൊടുത്ത ഭാഷണം അനുസരിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും സംഭ്രമിച്ച് അന്തം വിട്ട് ഇത് എന്തായിരിക്കുമെന്ന് പരസ്പരം പറഞ്ഞു. മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, ഇവര് അമിതമായി പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. അന്നത്തെ പെന്തക്കൊസ്തയെക്കുറിച്ചുള്ള 2 തിരുവചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 50-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എറണാകുളത്തെ സമരം. അതായത് സഭയുടെ കുർബാന വേണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആൾക്കാർ കുത്തിയിരിക്കണേ. ഒരു സമരമൊന്നും അല്ലാതെ, മുഴുവൻ പ്രാർത്ഥനയാണെന്നും പറയാൻ പറ്റില്ല, പ്രാർത്ഥന യജ്ഞമാണെന്നും പറയാൻ പറ്റില്ല. എങ്കിലും മെത്രാൻസിനോട് തീരുമാനിച്ച കുർബാന ഞങ്ങൾക്ക് വേണം, അതല്ലാതെ ഒരു കുർബാനയോട് പറ്റില്ല, പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ 47 ദിവസം കഴിഞ്ഞ് 50-ാം ദിവസത്തിലേക്ക് പെന്തക്കൊസ്തയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എന്തായിരിക്കും ഈ 50-ാം ദിവസത്തെ പെന്തക്കൊസ്തയിൽ ബസിലിക്കയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് എന്തായിരിക്കും കേൾക്കുക? പെന്തക്കൊസ്തയിൽ 50 ദിവസത്തിൽ കൊടുങ്കാറ്റിൻ്റെ ആരവമായിരിക്കുമോ? തീനാവുകളായിരിക്കുമോ? പിളർക്കപ്പെട്ട തീനാവുകൾ, അഗ്നിനാവുകൾ? അതോ ഇടിമുഴക്കമോ? അത് അന്യഭാഷകളോ? അതോ പുതുവീഞ്ഞ് കുടിച്ച് ബൂത്സായി നടക്കുന്നവരാണ് എന്ന ആരോപണമോ? നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.